പിതാവിൻ്റെ മാണിക്യം. ഗോഡ് ഈസ് ലവ്. ഒരു മഹാരാജാവ് തൻ്റെ പ്രജകളിൽ ഒരാളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് അയാളോട് ഇപ്രകാരം പറഞ്ഞു: നീ സമ്മാനാർഹനാണെന്ന് ഞാൻ കേൾക്കുന്നു. നീ ജ്ഞാനിയും നിന്റെ ജ്ഞാനവും അധ്വാനവും കൊണ്ട് നിന്റെ പട്ടണത്തിന് ബഹുമതി ഉണ്ടാക്കുന്നു എന്നുമാണ് അറിയുന്നത്. ഇപ്പോൾ ഞാൻ നിനക്ക് അതും ഇതുമൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എൻ്റെ നിധികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഹാളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയുക, അത് നിനക്ക് ഞാൻ തരാം. ഈ വിധത്തിൽ നീ സമ്മാനാർഹനാണോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് സാധിക്കും. അതേസമയം ആ ഹാളിൻ്റെ മേൽത്തട്ടിൽ മട്ടുപ്പാവിൽ നിന്ന് രാജാവ് കൊട്ടാരത്തിന് മുമ്പുള്ള മൈതാനത്തിലേക്ക് നോക്കി കീറവസ്ത്രങ്ങൾ ധരിച്ച ഒരു ദരിദ്ര ബാലൻ അതിലെ നടക്കുന്നത് കണ്ട് വളരെ ദരിദ്ര കുടുംബത്തിലെ ഒരു കുട്ടി, ഒരുപക്ഷെ അനാഥനായ ഒരു ഭിക്ഷു. രാജാവ് ഭൃത്യരോട് പറഞ്ഞു: അവിടെ ചെന്ന് ആ ബാലനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. ഭൃത്യന്മാർ പോയി ബാലനെ കൂട്ടിക്കൊണ്ടുവന്നു രാജസന്നിധിയിലെത്തിച്ചു. അപ്പോൾ രാജസദസ്സിലുണ്ടായിരുന്നവർ അവനോട് പറഞ്ഞു: കുനിഞ്ഞ അഭിവാദ്യം ചെയ്യുവിൻ, എന്നിട്ട് ഇങ്ങനെ പറയൂ: എൻ്റെ രാജാവേ, അങ്ങേക്ക് മഹത്വവും ബഹുമാനവും. ശക്തനായ രാജാവേ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ നിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ബാലൻ തലകുനിക്കുകയോ അവരുടെ വാക്കുകൾ ഏറ്റുപറയുകയോ ചെയ്തില്ല. ഈ കാടൻ ചെക്കൻ നിന്റെ കൊട്ടാരത്തിന് അവമതിയാണ്. നമുക്ക് അവനെ വഴിയിലേക്ക് അടിച്ചോടിക്കാം. നിന്റെ സമീപം ഒരു ബാലനെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ പോയി ധനിക കുടുംബങ്ങളിൽ അന്വേഷിച്ച് ഒരുവനെ നിന്റെ പക്കലെത്തിക്കാം. ഞങ്ങളുടെ കുട്ടികളിൽ നിനക്ക് മടുപ്പായിട്ടുണ്ടാകും. എന്നാൽ ഈ കാട്ടുചെക്കനെ വേണ്ട. മര്യാദയായി അഭിവാദ്യം ചെയ്യാൻ പോലും ഇവനെ അറിഞ്ഞുകൂടാ. ധനികനായ മനുഷ്യൻ വളരെയധികം പ്രാവശ്യം അടിമയെപ്പോലെ രാജാവിനെ താണു വീണു വണങ്ങി. ബലിപീഠത്തിന് മുൻപിലെന്ന പോലെ വണക്കത്തോടെ അയാൾ പറഞ്ഞു: മഹാന്മാരായ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിന്റെ കിരീടത്തിൻ്റെ മഹത്വത്തിനായി നിന്റെ വിശുദ്ധമായ വ്യക്തിത്വത്തിന് അർഹമായ വണക്കം സമർപ്പിക്കപ്പെടണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ പാദം ചുംബിക്കുവാൻ അയാൾ സാഷ്ടാംഗം പ്രണമിച്ചു. പക്ഷെ രാജാവ് പറഞ്ഞു: വേണ്ട, എനിക്ക് ബാലനെയാണ് വേണ്ടത്. തന്നെയുമല്ല, ഇവനെയും എൻ്റെ നിധികൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് ഇഷ്ടമുള്ളത് അവൻ തിരഞ്ഞെടുക്കട്ടെ, അതും ഞാൻ അവന് കൊടുക്കും. ഞാനൊരു രാജാവായതുകൊണ്ട് ദരിദ്രനായ ഒരു ബാലനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പാടില്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും പോലെ അവനും എൻ്റെ പ്രജയല്ലേ? അവന് സന്തോഷമെങ്കിൽ അത് അവൻ്റെ കുറ്റമാണോ? അല്ല. ദൈവത്തിന് സ്തുതി. ഒരു പ്രാവശ്യമെങ്കിലും അവനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരൂ കുട്ടി, എന്നെ നീ പേടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് അവൻ്റെ നേർക്ക് കൈ നീട്ടി. ബാലൻ ആ കരം പിടിച്ച് ചുംബിക്കുകയാണ് ചെയ്തത്. രാജാവ് പുഞ്ചിരി തൂകുകയാണ്. പിന്നീട് ഇരുവശങ്ങളിലും കൊട്ടാര ഉദ്യോഗസ്ഥന്മാരാൽ അനുഗതനായി വിലപിടിച്ച ചെമപ്പ് പർവ്വതാനികളൂടെ നടന്ന് നിധിശേഖരമുള്ള ഹാളിലേക്ക് പോയി. ഉദ്യോഗസ്ഥന്മാരെല്ലാം കുനിഞ്ഞാണ് നടപ്പ്. ധനികനായ ജ്ഞാനി രാജാവിൻ്റെ വലതുവശത്തും അറിവില്ലാത്ത ദരിദ്രബാലൻ രാജാവിൻ്റെ ഇടതുവശത്തും നടന്നു. രാജാവിൻ്റെ വിലപിടിച്ച മേലങ്കിക്ക് നേരെ ബാലൻ്റെ കീറവസ്ത്രവും നഗ്നപാദങ്ങളും. നിധിയിരിക്കുന്ന മുറിയുടെ വാതിൽ 2 വലിയ ഉദ്യോഗസ്ഥന്മാരാണ് തുറന്നത്. നിധിയിരിക്കുന്ന മുറിയുടെ വാതിൽ 2 വലിയ ഉദ്യോഗസ്ഥന്മാരാണ് തുറന്നത്. അത് വൃത്താകൃതിയിലുള്ള ഒരു മുറിയാണ്. ഭിത്തികൾക്ക് വളരെ പൊക്കമുണ്ട്. ജനലുകളില്ല, പക്ഷെ നല്ല പ്രകാശം. കാരണം മേൽത്തട്ട് വളരെ കനം കൂടിയ മൈക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അലമാരികളുടെ സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ഗോളാകൃതിയിലുള്ള അലങ്കാര കൈപ്പിടികൾ വെട്ടിത്തിളങ്ങുന്നു. വളരെ അലങ്കാര പണികളുള്ള ഡെസ്കുകളിൽ മേൽ തുകൽ ചുരുളുകൾ പർപ്പിൾ നിറമുള്ള റിബണുകൾ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. രാജകീയമായ ചുരുളുകളാണ് അവ. വിലപിടിപ്പെട്ട ദണ്ടുകളിന്മേൽ ചുറ്റി വിലപിടിച്ച് കൊളുത്തുകൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. അവയ്ക്ക് മീതെ ഉള്ളടക്കം കാണിക്കുന്ന കുറിപ്പുകളുമുണ്ട്. അത് ചെയ്തിരിക്കുന്ന തുകലിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു.
ഒരു രാജാവിന് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ശേഖരം. പിന്നെ ഒരു ചെറിയ കറുത്ത ഡസ്കിന്മേൽ വെള്ളത്തടി കൊണ്ടുള്ള ഒരു കോലിന്മേൽ ചുറ്റി നാടൻ ചരട് കൊണ്ട് കെട്ടി പൊടിയും പിടിച്ചു കിടക്കുന്ന ഒരു ചുരുളും കാണുന്നു. ഭിത്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു. ഭിത്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാ നിധികളും ഇവിടെയുണ്ട്. ഭൗമിക നിധികളെക്കാൾ ശ്രേഷ്ഠമായവയുമുണ്ട്. കാരണം വലിയ ബുദ്ധിമാന്മാരുടെ കൃതികളെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിമാനുഷിക ഉറവിടങ്ങളിൽ നിന്നുള്ള കൃതികളുമുണ്ട്. പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തുകൊള്ളുവേൻ. പിന്നീട് രാജാവ് മുറിയുടെ നടുവിൽ പോയി കൈയും കെട്ടി നിന്ന് അവരെ നിരീക്ഷിച്ചു. ധനികനായ ജ്ഞാനി ആദ്യം തന്നെ അലമാരകളെല്ലാം ഓരോന്നായി തുറന്നു വലിയ ആവേശത്തോടെ നോക്കി. സ്വർണ്ണത്തകിടുകൾ, രത്നങ്ങൾ, വെള്ളിമുത്തുകൾ, ഇന്ദ്രനീലം, മാണിക്യം, മരതകം, ഗോമേതകം ഇത്യാദി രത്നങ്ങൾ മിന്നുന്ന ഓരോ പെട്ടികളും തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ വിസ്മയം പൂണ്ടായാൽ സന്തോഷം പ്രകടിപ്പിച്ച് ശബ്ദമുണ്ടാക്കുന്നു. പിന്നീട് അയാൾ വായനയ്ക്കുള്ള ഡസ്കിന്മേലേക്ക് നോക്കി. ചുരുളുകളുടെ പേരുകൾ കണ്ടപ്പോൾ വിസ്മയം കൂടുതലായി. അതരങ്ങളിലൂടെ അവ പുറത്തു വന്നു. അവസാനം ആവശ്യത്തോടെ രാജാവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞു പറഞ്ഞു, അതുല്യമായ സമ്പത്തിൻ്റെ ശേഖരമാണ് നിനക്കുള്ളത്. രത്നങ്ങൾക്ക് ചുരുളുകളുടെ വിലയുണ്ട്. ചുരുളുകൾ രത്നങ്ങൾ പോലെയും വില പിടിച്ചവയാണ്. എനിക്ക് വാസ്തവത്തിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിന്റെ സ്വന്തമായി ഇരുന്നാൽ എന്ന പോലെ. ആ മനുഷ്യൻ നിലത്ത് വീണ് നിലം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മഹാരാജാവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. പിന്നീട് അയാൾ അലമാരിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട രത്നങ്ങളും ഡസ്കിൽ നിന്ന് ഇഷ്ടപ്പെട്ട ചുരുളുകളും എടുത്തു. രാജാവ് പല പ്രാവശ്യം മന്ദഹസിച്ചു. ആദ്യമായി അലമാരിയിൽ നിന്ന് അലമാരിയിലേക്ക് ഓടുന്നത് കണ്ട്. രണ്ടാമത് അയാൾ നിലത്ത് വീണ് സാഷ്ടാംഗം പ്രണാമം ചെയ്തപ്പോൾ മൂന്നാമത് അയാളുടെ ജഡികാശ കണ്ട്. രത്നങ്ങളും ചുരുളുകളും അങ്ങനെയുള്ളവയാണ് അയാൾ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞപ്പോൾ രാജാവ് ബാലനോട് ചോദിച്ചു, മനോഹരമായ രത്നങ്ങളും ചുരുളുകളും നീ എടുക്കുന്നില്ലേ? നിഷേധത്തിൽ ബാലൻ തലകുലുക്കി. എന്തുകൊണ്ടാണ് വേണ്ടാത്തത്? കാരണം ചുരുളുകൾ വായിക്കാൻ എനിക്ക് കഴിവില്ല. രത്നങ്ങളുടെ വില എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവ ചെറു കല്ലുകളല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷേ അവ നിന്നെ ധനവാനാക്കും. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല. എൻ്റെ കുടിലിലേക്ക് നിധിയും കെട്ടിപ്പിടിച്ച് ചെന്നിട്ട് എന്തു പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് നിനക്കൊരു വീട് വാങ്ങിക്കാമല്ലോ. എന്നാലും അതിനുള്ളിൽ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിനക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയും. സ്വന്തക്കാരുടെ സ്നേഹമില്ലാത്തത് കൊണ്ട് എനിക്ക് തണുപ്പ് തന്നെ ആയിരിക്കും. ഭക്ഷണം, എനിക്ക് വയറു നിറയെ അമ്മയുടെ ചുംബനം കിട്ടുകയില്ല. അത് പണം കൊടുത്താൽ വാങ്ങാൻ സാധ്യമല്ലല്ലോ. നിനക്ക് അധ്യാപകരെ വരുത്തി വായിക്കാൻ പഠിക്കാം. അതെനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ എന്താണ് വായിക്കുക? കവികളുടെ പദ്യങ്ങൾ, തത്വജ്ഞാനികളുടെ ഗ്രന്ഥങ്ങൾ, പഴയ ചരിത്രങ്ങളെല്ലാം. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, കഥയില്ലാത്തവ, കഴിഞ്ഞുപോയവ. അതിന് മുതലില്ല. എത്ര ബുദ്ധി കെട്ടവൻ! കൈകൾ നിറയെ ചുരുളുകളും ബെൽറ്റിനടിയിലും മാറിലും ഉടുപ്പിനടിയിലും രത്നങ്ങളുമായി നിൽക്കുന്ന ധനികനായ മനുഷ്യൻ പറയുന്നു. രാജാവ് മീശക്കടിയിൽ പുഞ്ചിരി തൂകി ബാലൻ്റെ കൈക്ക് പിടിച്ച് അവനെ പണപ്പെട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി മുത്തുകൾ, രത്നങ്ങൾ എന്നിവ കൈകൊണ്ട് വാരിയിട്ട് കാണിച്ചു. രാജാവേ, വേണ്ട, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് വേറെ ചിലതാണ്. രാജാവ് അവനെ വായിക്കുന്ന ഡെസ്കുകളിലേക്ക് കൊണ്ടുപോയി. കവികളുടെ കൃതികൾ, വീരന്മാരുടെ സാഹസകൃത്യങ്ങൾ, രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്നിവ കുറേശ്ശെ വായിച്ചു കേൾപ്പിച്ചു. ഓ, വായിക്കുന്നത് എത്ര നല്ലതാണ്. പക്ഷേ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലെന്താണ്? എന്നോട് പറയൂ, ഞാൻ നിനക്ക് തരാം കുട്ടി. ഓ, നിനക്ക് തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജാവേ. നിനക്ക് അധികാരമുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്തിലേതൊന്നുമല്ല.
നിനക്ക് ഭൂമിയിലെ നിനക്ക് ഭൂമിയിലെ ചെയ്തികളൊന്നും വേണ്ട എങ്കിൽ ഇതാ ഇവിടെ ദൈവം തൻ്റെ ദാസർക്ക് പറഞ്ഞു കൊടുത്തതെല്ലാം ഉണ്ട്. ശ്രദ്ധിക്കൂ. നിവേശിതമായ ചില കാര്യങ്ങൾ രാജാവ് അവനെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. അത് മറ്റുള്ളവയേക്കാൾ വളരെ മനോഹരമായിരിക്കുന്നു. എന്നാൽ അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കിയിരിക്കണം. അത് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം പോലും ഇല്ലേ? ദൈവം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകം. രാജാവിന് വലിയ വിസ്മയമായി. പിന്നെ ചിരിച്ചതേയില്ല. എന്നാൽ ബാലനെ മാറോടണച്ചു പിടിച്ചു. ദൈവം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്നിട്ടും അറിവില്ലാത്തവനായി നീ അറിയാൻ ആഗ്രഹിക്കുന്നു. ധനികൻ്റെ സംസാരമാണ്. അതുവഴി നിനക്ക് ധനികനാകാനാണോ? രാജാവ് അവനെ പരുഷമായി ഒന്ന് നോക്കി. ബാലൻ അപ്പോൾ പറഞ്ഞു, ഞാൻ ധനം ആഗ്രഹിക്കുന്നില്ല, ഞാൻ സ്നേഹമാണ് അന്വേഷിക്കുന്നത്. ഒരു ദിവസം ആരോ എന്നോട് പറഞ്ഞു ദൈവം സ്നേഹമാണ് എന്ന്. രാജാവ് അവനെ പഴയ ഡെസ്കിനരികിലേക്ക് കൊണ്ടുപോയി. പൊടി പിടിച്ച് ചരട് കൊണ്ട് കെട്ടിയ ചുരുളെടുത്ത് നിവർത്തി ആദ്യ വരികൾ വായിച്ചു. ചെറിയവരായ ആളുകൾ എൻ്റെ പക്കൽ വരുവാൻ അനുവദിക്കുവിൻ. ദൈവമായ ഞാൻ സ്നേഹത്തിൻ്റെ ശാസ്ത്രം അവരെ പഠിപ്പിക്കും. അത് ഈ ബുക്കിലുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ ദൈവത്തെ അറിയും. അവനെ കിട്ടിക്കഴിയുമ്പോൾ എനിക്കെല്ലാം ഉണ്ടാകും. രാജാവേ, ഈ ചുരുൾ എനിക്ക് തരിക, അപ്പോൾ എനിക്ക് സന്തോഷമാകും. പക്ഷേ അതിന് തീരെ വിലയില്ല. ധനികൻ: പക്ഷെ അതിന് തീരെ വിലയില്ല. ആ ബാലൻ വിഡ്ഢി തന്നെ. അവന് വായിക്കാനും അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു ബുക്ക് എടുക്കുന്നു. അവന് ജ്ഞാനമില്ല, അവന് പഠിക്കാൻ ആഗ്രഹവുമില്ല. അവൻ ദരിദ്രനാണ്. അവൻ നിധിയൊന്നും എടുക്കുന്നുമില്ല. ഞാൻ സ്നേഹം സമ്പാദിക്കാൻ ശ്രമിക്കും. ഈ പുസ്തകം എന്നെ അത് എങ്ങനെ സമ്പാദിക്കാമെന്ന് പഠിപ്പിക്കും. ഓ രാജാവേ, നീ അനുഗ്രഹീതനാകട്ടെ. കാരണം നീ എനിക്ക് തന്ന സമ്മാനം നിമിത്തം ഇനിമേൽ ഞാൻ ഒരു ദരിദ്രനായ അനാഥ ബാലനാണെന്ന് ഞാൻ ചിന്തിക്കുകയേയില്ല. അവൻ വഴി വീണ്ടും ധനികൻ: അവൻ വഴി നീ സന്തോഷവാനായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെയെങ്കിലും രാജാവിനെ നീ ആരാധിക്കണം. ഞാൻ ആ മനുഷ്യനെ അല്ല ആരാധിക്കുന്നത്. ആ മനുഷ്യനെ ഇത്രയും കാരുണ്യമുള്ളവനായിരിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ബാലനാണ് എൻ്റെ രാജ്യത്തുള്ള യഥാർത്ഥ ജ്ഞാനിയായ മനുഷ്യൻ. ഓ മനുഷ്യ, നീയോ എന്നാൽ യഥാർത്ഥ ജ്ഞാനിയാണെന്നുള്ള ഖ്യാതി തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഹങ്കാരവും അത്യാഗ്രഹവും നിന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നീ ഒരു സൃഷ്ടിയെ ആരാധിക്കണമെന്ന് നീ കരുതുന്നത്. ഒരു സൃഷ്ടി നിനക്ക് കുറേ കല്ലുകളും ഏതാനും കൃതികളും തന്നു എന്ന കാരണത്താൽ മാത്രം ദൈവം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ കല്ലുകൾ എനിക്ക് ലഭിച്ചത്, നിനക്കും ലഭിച്ചത് എന്ന് നീ ഓർമ്മിക്കുന്നില്ല. മനുഷ്യൻ്റെ ചിന്തകൾ അടങ്ങിയിരിക്കുന്ന ചുരുളുകൾ ഉള്ളത് ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയത് കൊണ്ടാണെന്നും നീ ചിന്തിക്കുന്നില്ല. ഈ ബാലനാകട്ടെ വിശക്കുന്നവനും തണുപ്പ് സഹിക്കുന്നവനുമാണ്. അവൻ ഏകനാണ്. എല്ലാ തരത്തിലുള്ള ദുഃഖം അവൻ സഹിക്കുന്നു. ധനം കാണുമ്പോൾ അവൻ ലഹരി പിടിച്ചാൽ അത് ക്ഷന്തവ്യമാണ്. എന്നാൽ എൻ്റെ ഹൃദയം കരുണയുള്ളതാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാൻ അവനറിയാം. അവൻ ആവശ്യമുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ: സ്നേഹിക്കാനുള്ള കഴിവ്, ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവ്. ഈ ലോകത്തിലും ഭാവി ജീവിതത്തിലും യഥാർത്ഥ സമ്പാദ്യം ഉണ്ടാകേണ്ടതിനെ സ്നേഹമറിയാനുള്ള കഴിവും. മനുഷ്യ, നീ തിരഞ്ഞെടുക്കുന്നത് നിനക്ക് തരാമെന്ന് ഞാൻ വാക്ക് തന്നു. രാജാവിൻ്റെ കല്ലുകളും മനുഷ്യചിന്തയിലെ വൈക്കോൽ കഷ്ണങ്ങളും ഇനി കള്ളന്മാരെയും ചിതലിനെയും ഭയപ്പെട്ട് വിറച്ച് ക്ഷണികമായ പ്രഭ വിതറുന്ന കല്ലുകളുടെ ശോഭയായി കണ്ണഞ്ചി പോകാതിരിക്കട്ടെ. മനുഷ്യയാത്രത്തിൻ്റെ മനം പുരട്ടിക്കുന്ന മാധുര്യത്തിൽ അറപ്പ് തോന്നാതിരിക്കട്ടെ. അതൊരു രുചി മാത്രം, പോഷണമല്ല. പോയിക്കൊള്ളൂ. ഈ കുട്ടി എൻ്റെ കൂടെ ജീവിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നേഹത്തിൻ്റെ പുസ്തകം വായിക്കും, അതായത് ദൈവത്തെ അറിയും. ഞങ്ങൾക്ക് തണുത്തിരിക്കുന്ന രത്നങ്ങളോട് ഒരു കമ്പവും ഉണ്ടാകയില്ല. മനുഷ്യബുദ്ധിയിൽ നിന്ന് വരുന്ന അറിവിൻ്റെ മനം പഠിപ്പിക്കുന്ന മധുരവും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ നിത്യമായ അരൂപിയുടെ അഗ്നി ഇഹലോക ജീവിതത്തിൽ തന്നെ പറുദീസായുടെ പരമാനന്ദം ഞങ്ങൾക്ക് നൽകും. ഇപ്പോൾ ഞങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. അത് വീഞ്ഞിനേക്കാൾ ബലപ്പെടുത്തുന്നതും തേനിനേക്കാൾ പോഷണമുള്ളതും ആയിരിക്കും. വരൂ കുട്ടി, ജ്ഞാനം അവളുടെ മുഖം നിനക്ക് കാണിച്ചിരിക്കുന്നു. യഥാർത്ഥ മണവാട്ടിയായി അവളെ നീ ആഗ്രഹിക്കുക. രാജാവ് ധനികനെ പുറത്താക്കി ബാലനെ തൻ്റെ കൂടെ പാർപ്പിച്ചു. ദൈവിക ജ്ഞാനത്തിൽ അവനെ അഭ്യസിപ്പിച്ചു.
അവൻ നീതിമാനായി വളർന്ന് ഭൂമിയിലെ പരിശുദ്ധമായ അഭിഷേകം സ്വീകരിച്ച് നല്ല രാജാവാകുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ പൗരനായിരിക്കുവാനും വേണ്ട പരിശീലനം നൽകി. ഇതാണ് ഈശോ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്ത ഉപമ. മുതിർന്നവരോടും പറയപ്പെട്ടിരിക്കുന്ന ഉപമ. ഇന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. ഇതാണ് ഈശോ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്ത ഉപമ. മുതിർന്നവരോടും പറയപ്പെട്ടിരിക്കുന്ന ഉപമ. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. ഇത് എൻ്റെ രാജാവായിരുന്ന പാവം ഈശോ എന്ന ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകത്തിൽ ഞാൻ പണ്ട് ആർട്ടിക്കിൾ അടിച്ച് പിന്നീട് രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകം ഇറക്കിയപ്പോൾ അതിൽ ഈ ഭാഗം കൊടുത്തു. പിതാവിൻ്റെ മാണിക്യം എന്ന ഈ ഭാഗം. ആ സമയത്ത് 2006 ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിൻ്റെയും തൂങ്കുഴി പിതാവിൻ്റെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടുന്ന് 2 മാസത്തേക്ക് ഗൾഫിൽ പോയി വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇവരുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയി. ഞാൻ അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ സാരികൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിനും അതോടൊപ്പം കാര്യമായ സമ്മാനം കൊടുത്തത് മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസിലെ ഈ പിതാവിൻ്റെ മാണിക്യം എന്ന ആർട്ടിക്കിൾ ഉള്ളിലാക്കിയിട്ടാണ് 2 പേർക്കും ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ പാവപ്പെട്ടവർക്കുള്ള സാരിയും കല്യാണ കുട്ടികൾക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ശേഖരിച്ച് അനാഥാലയങ്ങളിലൊക്കെ കൊടുക്കുന്നതോടൊപ്പം കുറേ സാരികൾ 2 പിതാക്കന്മാരുടെ ബർത്ത്ഡേക്ക് സ്റ്റേജിൽ കയറി കൊടുത്തു. ഈ ആർട്ടിക്കിളും മാർപ്പാപ്പയുടെ എനിക്ക് വന്നിട്ടുള്ള ബെസ്റ്റ് വിഷസിൽ മാർപ്പാപ്പയുടെ കവർ ഫോട്ടോകോപ്പി എടുത്ത് ആ കവറിനുള്ളിലാണ് സ്പെഷ്യൽ മെസ്സേജ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞ് ഈ ആർട്ടിക്കിളും വെച്ച് 2 പിതാക്കന്മാർക്കും സമ്മാനം കൊടുത്തത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 2006. Bishop Andrews and I thank you most cordially for the love and joy you shared with us on our birthday and for the thoughtful, precious gift you gave us. God bless you. We keep you in our thoughts and prayers. We keep you in our thoughts and prayers. Wishing you special blessing in 2005 ഓരോ ഓർമ്മയില്ല. സിൻസിയർലി യുവേഴ്സ് ക്രൈസ്റ്റ് മാർ ജേക്കബ് തുങ്കഴി ആൻഡ്രൂസ് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ. ഇതോടൊപ്പം ആൻഡ്രൂസ് താഴ്ത്ത് പിതാവും ലെറ്റർ അയച്ചിരുന്നു. അല്ല, ബിഷപ്പ് ആൻഡ്രൂസ് ആൻഡ് ഐ താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. God is love. Merry Christmas 25/12/25 ആൻഡ് ഹാപ്പി ന്യൂ ഇയർ 1/1/26. വൈദിക പട്ടം കിട്ടുന്നതിന് മുൻപ് 1964 33 വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ എൻ്റെ അച്ഛൻ ലൈറ്റ് ബ്രദർ EV മാണി, മൈ അങ്കിൾ. എനിക്ക് 5 വയസ്സ് പ്രായം. മരിക്കുന്നതിന് മുൻപ് എന്നെ
തോളിലിട്ട് മരിക്കുന്നതിന് മുൻപ് എന്നെ തോളിലിട്ട് ഉറക്കിയെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 25 കൊല്ലം മുൻപ് 2000-ൽ എൻ്റെ അമ്മ മരിച്ചു. അതുപോലെ തന്നെ അങ്കിള് മരിക്കുന്നതിന് മുൻപ് കുരിശിൽ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ ഉറക്കിക്കെടുത്തിയത്. ഈ ലെറ്റർ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, ബിഷപ്പ് ഓഫ് മാണ്ഡ്യ, എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് അയച്ചു കൊടുത്തപ്പോൾ എഴുതി തന്ന ലെറ്ററാണ് ഇത്. എനിക്ക് വന്ന എന്നെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു ലെറ്ററാണ്. അതുമേൽ ഞാൻ ഇങ്ങനെയെല്ലാം എഴുതിയെന്ന് മാത്രം. ഇതിൽ എൻ്റെ അങ്കിളിനെ പറ്റി പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എഴുതാൻ കാരണം. എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് ആവശ്യമുള്ളവർ 98 46 429 535 നമ്പറിൽ വിളിക്കുക. ബുക്കിൻ്റെ വില 300 രൂപ. ചാരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ലെറ്റർ ഇതാണ്. ഒക്ടോബർ 23, 2025. പ്രിയ ഓമന വർഗീസ്, ഓമനയുടെ അമൂല്യമായ പുസ്തകം എല്ലാം ഓമനയുടെ അമൂല്യമായ പുസ്തകം എല്ലാം ദൈവമഹത്വത്തിനായി വായിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു യാത്രയാണ് ഈ ഗ്രന്ഥം. ഓമനയുടെ വാക്കുകളിലെ സത്യസന്ധതയും ലാളിത്യവും ഹൃദയസ്പർശിയാണ്. പ്രത്യേകിച്ചും 5-ാം വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ വൈദികനാകാൻ ഒരുങ്ങിയിരുന്നു അങ്കിളിനോടുള്ള ഓമനയുടെ കടപ്പാട് സൂചിപ്പിക്കുന്ന ഭാഗം എന്നെ വല്ലാതെ സ്പർശിച്ചു. ജീവിതത്തിലെ നിർണായകമായൊരു ഘട്ടത്തിൽ പോലും ഓമനയുടെ മനസ്സിനെ സ്വാധീനിച്ച ആ ഓർമ്മ ഓമന ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. ഈ പുസ്തകം തീർച്ചയായും പ്രചോദനം നൽകുന്ന ഒരു വിളക്കുമാടമാണ്. ഓമനയുടെ ജീവിതാനുഭവങ്ങളെ തുറന്ന മനസ്സോടെ പങ്കുവെച്ചതിലൂടെ വായനക്കാർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നേരിടാൻ ഓമന ശക്തി നൽകുന്നു. ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുവാനും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഓമനയുടെ വാക്കുകൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ലക്ഷ്യബോധമില്ലാത്തവർക്ക് മാർഗനിർദ്ദേശവും നൽകും എന്നതിൽ എനിക്ക് സംശയമില്ല. ഓമനയുടെ അർപ്പണബോധത്തിനും വിശ്വാസം പകരുന്ന ഈ സന്ദേശം ലോകത്തോട് പങ്കുവെച്ചതിനും ഞാൻ ഓമനയെ അഭിനന്ദിക്കുന്നു. എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ശീർഷകം പോലെ തന്നെ ഓമനയുടെ ജീവിതവും ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു. എൻ്റെ ആത്മാർത്ഥമായ നന്ദി. ഓമനയുടെ ഭാവി ഉദ്യമങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, മാണ്ഡ്യ രൂപതയുടെ ഇടയൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഹാപ്പി ക്രിസ്മസ്.